വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു കിഡിലൻ ട്രാവലർ. നമ്മൾ ഇന്നലെ അടിപൊളിയായിട്ട് ഉറങ്ങിയിട്ടോ, നല്ല എനർജി ആയി അല്ലേ? യെസ് മോനു, യെസ്. ഉമ്മച്ചിയും ബാബിച്ചൊക്കെ അപ്പുറത്തെ മുറിയിലാണ് കേട്ടോ. ഐഷ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് ന്യൂ മെക്സിക്കോയിലാണ്. നമ്മൾ ഇന്നിപ്പോൾ 11ാമത്തെ ദിവസമാണ്. ഇന്ന് രാത്രി നമ്മൾ വീട്ടിലെത്തും. എന്താണെങ്കിലും എന്താ പറയുന്നത്, മൺഡേ ആണ് ഇന്ന്. ഇപ്പോൾ റോഷനി ഇന്ന് ലീവ് എടുത്തിരിക്കുകയാണ്. മൺഡേ കാരണം കഴിഞ്ഞ ദിവസം ടെക്സാസിൽ പ്രളയമൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് നമ്മൾ ഒക്ലഹോമയിൽ നിന്ന് ടെക്സാസിലേക്ക് കയറുന്ന സമയത്ത് ഒന്ന് സ്ലോ ഡൗൺ ചെയ്തായിരുന്നു. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഇങ്ങനെ ഡിലേ വന്നത്. അതല്ലെങ്കിൽ ഒരുപക്ഷെ ഇന്നലെ രാത്രിയോടുകൂടി നമ്മൾ മാക്സിമം എത്തിയേനെ. എന്തായാലും നമ്മുടെ ഇന്നത്തെ യാത്ര ന്യൂ മെക്സിക്കോയുടെ ബോർഡർ, പിന്നെ അതുപോലെ തന്നെ അരിസോണ, പിന്നെ കാലിഫോർണിയ. യെസ്, അപ്പോൾ ഉറപ്പല്ലേ? നമ്മുടെ ഇന്നത്തെ റൂം മോട്ടൽ 6 ആയിരുന്നു കേട്ടോ, ഗ്യാലപ്പിലെ. പുറമേ നിന്ന് കാണുമ്പോൾ നമുക്ക് ഓൺലൈൻ വഴിയാണ് നമ്മൾ ബുക്ക് ചെയ്തത്. പുറമേ നിന്ന് കാണുമ്പോൾ അത്ര അടിപൊളി തോന്നില്ല, പക്ഷേ അകത്തെ റൂമൊക്കെ നല്ല അത്യാവശ്യം നല്ലതായിരുന്നു. വാല്യൂ ഫോർ മണി എന്ന് പറയാം. ഭയങ്കര എക്സ്ട്രീംലി അടിപൊളി എന്നല്ല ഞാൻ പറയണേ. പിന്നെ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. സാധാരണ നമ്മൾ ആദ്യമായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലാതെ ഒരു ഇത് കിട്ടുന്നത്. അപ്പോൾ ഇത് മോട്ടൽ 6, പിന്നെ അവിടെയാണ് അവരുടെ ഓഫീസ് വരുന്നത്. ഇത് വേറെ റെഡ് റൂഫ് എന്ന് പറഞ്ഞ വേറൊരു സ്ഥലമാണ്. സെയിം തന്നെ മോട്ടൽ 6 പോലത്തെ അക്കോമഡേഷനാണ്. അതുപോലെ നമ്മൾ ഗ്യാലപ്പിൻ്റെ ഒരു സൈഡിലാണ് താമസിക്കുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി ഒക്കെ റെഡി ആയിരിക്കുന്നു. നമ്മളിനി എല്ലാവരും പോകാൻ പോകുന്നു. പാപ്പച്ചി, ഇന്നലെ ഉറങ്ങാൻ പറ്റിയാ? ഞാൻ കിടന്നത് അറിഞ്ഞില്ല. അതെ, എണീറ്റപ്പോഴറിഞ്ഞത്. അത് ശരി. അപ്പൊ അടിപൊളിയായിട്ട് ഉറങ്ങി. ആണോ? വെരി ഗുഡ്. രാവിലെ എഴുന്നേറ്റ ഇവര് സമ്മതിക്കൂല. എന്താ? അവർക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ്. അതെ, പുറത്താക്കി. അതെ, ഇവിടെയൊക്കെ നടന്നു പോരെ. ആണോ? രാവിലെ ചൂടില്ല അല്ലേ? മറ്റുള്ളിടത്തൊക്കെ ചെന്നപ്പോ രാവിലെയൊക്കെ ചൂടല്ലേ? ഇപ്പൊ കാലിഫോർണിയയുടെ പോലെ ഒരു ക്ലൈമറ്റ് ആയി ഇങ്ങോട്ടൊക്കെ വന്നപ്പോ. മിച്ചിക്ക് ഉറങ്ങാൻ പറ്റിയായിരുന്നോ? ആണോ? ഓക്കെ. അതെ അതെ, ഓക്കെ. യെസ്, നമുക്ക് പോവാം. ഒന്ന് സെറ്റ് ചെയ്യട്ടെ. യെസ്, അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നു ന്യൂ മെക്സിക്കോയിൽ നിന്നും. ഈശ പോവല്ലേ? റെഡി അല്ലേ? ഓക്കെ, ലെറ്റ്സ് ഗോ. നമുക്കിനി 628 മൈല് 9 മണിക്കൂർ രാത്രി വൈകിട്ട് 6:30 അറൈവൽ ടൈം കാണിക്കുന്നത്. പക്ഷെ നമ്മൾ 10 മണിയോടുകൂടി ആവും എത്താനായിട്ട്, കാരണം റെസ്റ്റൊക്കെ എടുത്ത് പോകുമ്പോൾ. യെസ്, നമ്മുടെ മോട്ടൽ 6 കാണുന്നത് കേട്ടോ. നമ്മൾ സ്റ്റേ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങുന്നുള്ളൂ. ന്യൂ മെക്സിക്കോയുടെ കാഴ്ചകളിലേക്ക്. കഴിഞ്ഞ ദിവസം നമ്മൾ താമസിച്ച ബെസ്റ്റ് വെസ്റ്റ് എൻഡേ കാണുന്നു കേട്ടോ. ഇതിൻ്റെ മിസൂറിയിലുള്ള ഹോട്ടലിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം താമസിച്ചത്. അങ്ങനെ ന്യൂ മെക്സിക്കോയിലെ ഗ്യാലപ്പിൽ നിന്നും നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്ത് ഫ്രീ വേയിലേക്ക് കടന്നിരിക്കുന്നു. സ്റ്റാർട്ട് ചെയ്യുന്ന സമയം പറഞ്ഞില്ല കേട്ടോ. ഇപ്പോൾ സമയം 9:25 രാത്രി 6:30 അവിടെ എത്തുന്ന സമയം കാണിക്കുന്നത്. പക്ഷെ അത് നോക്കണ്ട, നമ്മൾ എത്തുമ്പോഴേക്കും ഒരു 10 മണിയാവുമെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഗ്യാലപ്പ് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അരിസോണ ബോർഡറിലേക്ക് എത്തും കേട്ടോ. ഒരു വെൽക്കം ബോർഡാണോ എന്നൊരു സംശയം. അവിടെ ഒരു ഇതൊക്കെ അമേരിക്കാസ് മദർഹുഡ്, അടിപൊളിയിലെ ഇതൊക്കെ ടൂറിസ്റ്റ് പ്ലേസ് ആയിരിക്കും. റോട്ടഡ് ലാൻഡ്മാർക്ക് റൂട്ട് 66 ആണ് കേട്ടോ ആ കാണുന്നത്. അതിൻ്റെ സൈഡിൽ കൂടെ പോകുന്നത്. ചിക്കാഗോ മുതൽ ഇങ്ങനെ ഉണ്ടല്ലോ. ഇവിടെ ഇന്ത്യൻസിൻ്റെ ഒരുപാട് ഏരിയകളുള്ള സ്ഥലമാണ്. നമുക്ക് ഇന്ത്യൻ സിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ബോർഡുകൾ കാണാമായിരുന്നു. റെയിൽവേ ഉണ്ട് അല്ലേ? നമുക്ക് ഇന്നിപ്പോൾ നമ്മൾ ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് ഇതൊക്കെ നമ്മളല്ലാതെ നമ്മൾ എവിടെ പോയാലും നമ്മൾ ഫുൾ എക്സ്പ്ലോർ ചെയ്തിട്ടേ പോരുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ കയറി കഴിഞ്ഞാൽ ഇതാണ് ഇന്ത്യൻ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ്. ഇങ്ങനത്തെ ഷോപ്പിൽ നമ്മൾ ഒക്ലഹോമയിൽ കയറിയിട്ട് കുറേ സാധനങ്ങൾ മേടിച്ചായിരുന്നു. അപ്പം ഈ ഇന്ത്യൻസ് പല ട്രൈബുകളുണ്ട് കേട്ടോ. പലതിനും പല പേരാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കയറി ചെറോക്കിയാണ്. അതായത് ഇവിടെ ഗുഹയുടെ മേളിൽ സ്ഥലങ്ങൾ. ഓ, ഞാൻ കണ്ടില്ല ആക്ച്വലി. യെസ്, എന്താണെങ്കിലും അതായത്
പാറകളൊക്കെ നിൽക്കുന്നുണ്ടോ, നല്ല രസമല്ലേ. വെൽക്കം ടു അരിസോണ ബോർഡ് കാണട്ടോ നമുക്ക്. യെസ്, ഫൈനലി നമ്മൾ അരിസോണ സ്റ്റേറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. യെസ്, ഇനി അരിസോണ കഴിഞ്ഞ് നമുക്ക് അടുത്തത് കാലിഫോർണിയ. നമ്മുടെ വണ്ടി അവിടെ നിർത്തിയിട്ടിരിക്കുന്നു. എന്താ അടിപൊളി അല്ലേ. അതാണ് നമ്മൾ ആദ്യം കണ്ട ആ ഒരു ഗുഹയൊക്കെ ഉള്ള ഏരിയ. ഇത് ഇവിടെ ഒരു റെസ്റ്റ് ഏരിയ ഉണ്ട് കേട്ടോ. അരിസോണയിലേക്ക് കയറുമ്പോഴൊരു റെസ്റ്റ് ഏരിയ. ശരിക്കും ട്രൈബുകളുടെ പോലത്തെ വീടുകളൊക്കെ ഒരുപാട് നമുക്കിവിടെ കാണാം കേട്ടോ. അരിസോണ എനിക്ക് ശരിക്കും ഇഷ്ടമായിട്ടോ. പിന്നെ ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് വന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട സ്ഥലം തന്നെയാണ്. ഇതുപോലെ അബാൻഡൻഡ് ആയിട്ടുള്ള ഒരുപാട് വീടുകളൊക്കെ നമുക്ക് ഈ പോകുന്ന വഴിയിൽ കാണാൻ പറ്റും. കൂടാതെ ഇങ്ങനെ ട്രൈബ്സിൻ്റെ ഏരിയകൾ, ഗ്രാൻഡ് കാനിയൻ, അതുപോലെ ഒരുപാട് അട്രാക്ഷൻസ് ഉള്ളൊരു സ്ഥലമാണ്. അമേരിക്കയുടെ മെയിൻ ആയിട്ടുള്ളൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് നമ്മുടെ അരിസോണ. ഇത് കണ്ടില്ലേ, ഇവിടെയൊക്കെ ആളുകൾ വന്ന് താമസിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. കാര്യം 9:50 എങ്കിലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ കഴിക്കാം. ഞാൻ അധികം സബ്വേ ഫുഡ് കഴിക്കാറില്ലായിരുന്നു കേട്ടോ. പക്ഷേ ഈ ട്രിപ്പിലാണ് നമ്മൾ കൂടുതലും സബ്വേ യൂസ് ചെയ്ത് കഴിച്ചിട്ടുണ്ട്. പക്ഷേ എപ്പോഴും അങ്ങനെ ചൂസ് ചെയ്യാറുണ്ടായിരുന്നില്ല. പക്ഷേ നല്ലൊരു അടിപൊളി ഓപ്ഷനാണ് കേട്ടോ സബ്വേ. നമ്മൾ ഈ ഓൺ ദ ഗോയിൽ 5 എഞ്ചിനാട്ടോ ഫ്രണ്ടിൽ തന്നെ ആ ട്രെയിനുള്ളത്. അതിൻ്റെ മിഡിലും ബാക്കിലൊക്കെ എൻജിൻസ് വേറെ ഉണ്ട്. നമ്മളീ കാണുന്നത് ലൗസിൻ്റെ ഗ്യാസ് സ്റ്റേഷനാണ്. നമ്മുടെ യാത്രയിലുടനീളം നമ്മൾ യൂസ് ചെയ്തത് ഈ ഒരു ലൗസിൻ്റെ ഗ്യാസ് സ്റ്റേഷനാണ് മെയിൻലി. ഒന്ന് റെസ്റ്റ് ഏരിയ, പിന്നെ ലൗസിൻ്റെ ഗ്യാസ് സ്റ്റേഷൻ. ലൗസിൻ്റെ ഗ്യാസ് സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് യാത്രക്കാർ അവിടെ വന്നിട്ടുണ്ടാവും. നമുക്ക് വളരെ സേഫായിട്ട് കംഫർട്ടബിളായിട്ട് നമുക്ക് നിൽക്കാനും സ്റ്റേ ചെയ്യാനും രാത്രിയാണെങ്കിലൊക്കെ നമുക്ക് അവിടെ പറ്റും. കൂടുതലും യാത്ര ചെയ്യുന്ന ആളുകളാണ് ഈ ഒരു ഗ്യാസ് സ്റ്റേഷനിലേക്ക് വരുന്നത്. സാധാരണ സിറ്റികളിലുള്ളൊരു ഗ്യാസ് സ്റ്റേഷൻ്റെ ഒരു സ്റ്റൈലല്ല ഈ ലൗസിൻ്റെ ഗ്യാസ് സ്റ്റേഷൻ. ന്യൂയോർക്ക് മുതൽ ലോസ് ആഞ്ചൽസ് വരെ, അതായത് ഈസ്റ്റ് സൈഡ് മുതൽ വെസ്റ്റ് സൈഡ് വരെയുള്ള അമേരിക്കയുടെ എല്ലാ ഫ്രീ വേകളിലൂടെയും ഈ ലൗസിൻ്റെ ഷോറൂമുണ്ട്. നമുക്ക് അത്യാവശ്യം യാത്രാ സമയത്ത് വാങ്ങേണ്ടതായിട്ടുള്ള ഐറ്റംസ് നമുക്കിവിടെ കിട്ടും. കൂടാതെ ഗ്യാസിനൊക്കെ നല്ല റേറ്റ് കുറവുണ്ട്. തന്നെയല്ല ഇവർ ഭയങ്കര പ്രൊഫഷണൽസാണ് ഈ ഇങ്ങനെയുള്ള ഈ ഒരു സ്റ്റോറിൻ്റെ കാര്യത്തിൽ. ഉണ്ടല്ലേ, നല്ല അടിപൊളി ഷോറൂമാണ് കേട്ടോ. എല്ലാ ഷോപ്പും ഇതുപോലെ തന്നെയാണ്. നമ്മൾ മുമ്പ് വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടു കാണുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ എന്ന് വെച്ചാൽ ബാത്റൂമിൻ്റെ എണ്ണം കൂടുതലായിരിക്കും. അതുപോലെ തന്നെ കുളിക്കാനുള്ള സൗകര്യങ്ങൾ, ഒരു യാത്രക്കാരന് ആവശ്യമായിട്ടുള്ള എന്തൊക്കെ സൗകര്യങ്ങളാണോ
എക്സെപ്റ്റ് സ്ലീപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. സ്ലീപ്പ് ചെയ്യാൻ നമ്മൾ ഇതിൻ്റെ പുറത്ത് നമ്മൾ റെസ്റ്റ് എടുക്കാറുണ്ട്. പിന്നെ ഹോട്ട് ഫുഡുകൾ, പിന്നെ മിക്കതിലും സബ്വേ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റുകൾ അതായത് ഇവിടെ ഇതാണുള്ളത്. ഇതാണ് അങ്ങനെ ഓരോ ഇതുണ്ടോ, ഇവിടെയുള്ള അമേരിക്കക്കാർക്ക് ഡങ്കിൻ ആ ഒരു ഞാനത് കഴിച്ചിട്ടില്ല കേട്ടോ. ഈ ഒരു സംഭവമൊക്കെ ഉണ്ട് ഇവിടെ. ഇതുണ്ടല്ല, ഇവിടെ കുറേ ഫുഡിൻ്റെ ആർബീസ് ഇതുണ്ട് ഷോപ്പ്. അർബീസ് എന്താണെന്ന് അറിയില്ല, ഇത് ഞാൻ ആദ്യമായിട്ടാണ് അറിയില്ല. ഇങ്ങനെ ഒരുപാട് സൗകര്യങ്ങളുള്ളൊരു ഷോപ്പാണ് കേട്ടോ. റെസ്റ്റ് റൂം ഏരിയ, ബാത്റൂമൊക്കെ എന്താ ക്ലീൻ എന്നറിയോ, എയർപോർട്ടിൽ കിടക്കുന്ന പോലെയാണ്. എല്ലാ എയർപോർട്ടിലല്ല കേട്ടോ, നല്ല എയർപോർട്ടിൽ. ഹൗ ആർ യു മാൻ? ഗുഡ് ഗുഡ്. കണ്ടോ ഫുഡൊക്കെ കണ്ടോ, ഹോട്ട് ടു ഗോ. $6.49 ഇത് കണ്ടോ, ഇത് ഇത്രയും വലിയൊരു ഇത് കിട്ടും കേട്ടോ. 2 പേർക്ക് കഴിക്കാൻ പറ്റും. ഇവിടെയുള്ളവർ ഒരാൾ കഴിക്കുന്നതാണ്, പക്ഷെ നമുക്കൊക്കെ 2 പേർക്ക് കഴിക്കാൻ അത് മതിയാവും. പിന്നെ അതായത് ഉണ്ടാവും ഇതുപോലുള്ള ഇഷ്ടംപോലെ നല്ല അടിപൊളി ഫുഡുകളൊക്കെ കിട്ടും. ഇപ്പോൾ വാങ്ങിയതാട്ടോ ഈ ഐറ്റംസൊക്കെ. പിന്നെ ഒരു കോഫി വാങ്ങി പാപിച്ച്. അരിസോണയുടെ കാഴ്ചകൾ ഒരു എല്ലാ ഏരിയയിലും ഇങ്ങനെ ആയിരിക്കില്ല കേട്ടോ. നമ്മളിപ്പോൾ പോകുന്ന ഹൈവേ 40യുടെ സൈഡിലുള്ള വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. വിൻസ്ലോ എന്ന് പറയുന്ന സിറ്റിയാണ് കേട്ടോ ഈ കാണുന്നത്. നമ്മൾ അവിടെയുള്ള ലൗസിലാണ് നിർത്തിയത്. സിറ്റി റോഡ് ഉണ്ട് കേട്ടോ ഇവിടെ ഒരു മീറ്റിയർ ക്രേറ്ററും കാണാൻ പറ്റും. മീറ്റിയർ ക്രേറ്റർ RV പാർക്കൊക്കെ ഉണ്ട് ഇവിടെ നിന്ന് താമസിച്ചിട്ടത് കാണാനായിട്ട്. അപ്പോൾ ഒന്നും നമ്മൾ കാണാതെ പോകണ ശരിയല്ലല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു 5.5 മൈൽ ഈ മെയിൻ റോഡിൽ നിന്ന് പോയാൽ മതി. അപ്പോൾ ആ സ്ഥലം നമുക്ക് പോയി കണ്ടിട്ട് വരാം. നമ്മൾ അമേരിക്കയിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഈ പരിണാമ സിദ്ധാന്തം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിശ്വസിച്ച് പോകട്ടോ. ഒരുപാട് സയൻറ്റിഫിക് ആയിട്ടുള്ള തോട്ട്സ് ഒക്കെ വരും നമുക്ക് ഇങ്ങനെ ഇതിലേക്ക് പോകുമ്പോൾ. നമ്മുടെ ക്രേറ്റർ ആവാൻ പോകണല്ലോ കേട്ടോ. അതിന് മുമ്പ് കുറച്ച് സ്ഥലം കൂടി ഉണ്ട്. അപ്പം ഇതുണ്ടല്ലേ ചുമന്ന കല്ലുകൾ കേട്ടോ. ആണോ? ഓക്കെ. വന്ന് ഫ്രീ വേന്ന് നമ്മളൊരു ലെഫ്റ്റ് എടുക്കുവാണ് കേട്ടോ. അങ്ങോട്ടേക്കാണ് നമുക്ക് പോകേണ്ടത്. ഇവിടെ ഒരു RV പാർക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ ക്യാമ്പിങ്ങിനൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യാം. സ്ട്രൈറ്റ് പോട്ടെ. മീറ്റിയർ ക്രേറ്റർ നാച്ചുറൽ ലാൻഡ്മാർക്ക്. ഇവിടെ ഒരു ഗ്യാസ് സ്റ്റേഷൻ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി ഒരു ക്യാമ്പ് ഗ്രൗണ്ട് ആണ് കേട്ടോ. Meteor just 5 minutes ahead. Meteor crater. In a quarter mile, turn left onto the I-40 West ramp to Flagstaff. വേൾഡിലെ സെക്കൻഡ് ലാർജസ്റ്റ് മീറ്റിയർ ക്രേറ്റർ ആണ് ഇതെന്നാണ് പറയപ്പെടുന്നത്. വഴികളിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ നല്ല രസമാണ് കേട്ടോ. ക്രേറ്റർ കാണാനുള്ള യാത്രയാണ്. അവിടെ നിന്ന് 5 മൈൽ പോകണം കേട്ടോ നമുക്ക് ഈ ഒരു റോഡിൽ. 26,000 മൈൽ പെർ അവറിലാണ് മീറ്റിയർ വന്ന് പതിച്ചതെന്നാണ് പറയുന്നത് കേട്ടോ. ഇവിടെയൊക്കെ മീറ്റിയർ ഒന്ന് പതിച്ചില്ലെങ്കിലാണ് അത്ഭുതമുള്ളൂ അല്ലേ? അല്ലെങ്കിൽ തന്നെ ഇതൊരു വേറൊരു ഗ്രഹമായിട്ടാണ് നമുക്ക് തോന്നുന്നത് ചില സ്ഥലത്തോടെയൊക്കെ നമുക്ക് പോകുമ്പോൾ. ഇവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, റെഗുലർലി സ്കെഡ്യൂൾഡ് ഗൈഡഡ് ടൂർ. അതെ, എല്ലായിടത്തേക്കും ഒരു വഴി ഉണ്ടാക്കി വെച്ചേക്കാണ്. നമ്മുടെ ഈ വേൾഡിൻ്റെ എൻഡിലേക്കാട്ടോ പോകുന്നത്. ആ എൻഡിൽ ലോകം അവസാനിക്കുകയാണ്. അവിടുന്ന് പിന്നെ നമുക്ക് നേരെ ആകാശത്തേക്ക് എടുത്ത് ചാടാം. അല്ലെങ്കിൽ ഇപ്പോൾ ഈ വഴി എങ്ങോട്ടാണ് പോകുന്നതെന്ന് നിങ്ങൾ പറയൂ. 2 miles to impact. Explore the history. Meteor crater left. Yes, അങ്ങനെ നമ്മൾ മീറ്റിയർ ക്രേറ്ററിൻ്റെ അടുത്തേക്ക് എത്തി. മാർസിലോട്ട് അവിടെ ഒരു
ബോർഡ് വായിച്ചതാണ് ഞാൻ. പ്രിപ്പയർ ടു ഇമ്പാക്റ്റ്. നല്ല രസമായിട്ട് ഇവരുടെ ഈ ബോർഡൊക്കെ കാണാനായിട്ട്. മീറ്റിയർ ക്രേറ്റർ. Yes, we are entering to US flag. സാറ്റേൺ ലോട്ട്. ഗ്രഹങ്ങളുടെ പേരൊക്കെയാണല്ലോ എഴുതി വെച്ചേക്കുന്നത്. ഭയങ്കര ഒരു അടിപൊളി ഇതായിട്ട് സെറ്റ് ചെയ്തേക്കുന്നത് അല്ലേ? യെസ്, നമ്മളിവിടെ ഇറങ്ങിയിട്ടോ. പരിസരം ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ ബിൽഡിങ്. പിന്നെ അതാ ഇവിടെ നമ്മളൊരു ബോർഡ് ഉണ്ടായിരുന്നു, പശുക്കളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കുറേ പശുക്കളും പിന്നെ അതിനോട് ചേർന്ന് ചെറിയൊരു പോണ്ടും, പശുക്കൾക്ക് വെള്ളം കുടിക്കാനായിട്ട്. പൊന്നാച്ചി ആകെ ടയർഡായി പോയി. യെസ്, എൻറ്ററിങ് ഇൻ ടു ദ അതിനകത്ത് കയറി. യെസ്, മീറ്റിയർ ക്രേറ്റർ, വെൽക്കം. നമ്മളിങ്ങനെ പോയിട്ട് ഇങ്ങനെ പറഞ്ഞു കേട്ടോ അങ്ങോട്ടേക്ക്. എൻ്റെ അമ്മോ, ഇത് നമ്മൾ ജസ്റ്റ് കയറിയിട്ട് പോകുന്ന വിചാരിച്ചാണ്ടോ. അപ്പോൾ ഇത് ഭയങ്കര ഒരു സംഭവമാണ്. ഒരു അഡൽറ്റിന് $29. അപ്പോൾ എല്ലാവരും കൂടി കയറുമ്പോൾ വലിയൊരു എമൗണ്ട് വരുന്നുണ്ട്. അപ്പം സീനിയേഴ്സിനും കിഡ്സിനും എന്തോ കുറവുണ്ട്. പിന്നെ നമ്മൾ ടോട്ടൽ നോക്കി $140 പറഞ്ഞു. അപ്പോൾ നമ്മൾ അത്രയും ഇപ്പോൾ എന്തായാലും നമ്മൾ അതിൻ്റെ ഒരു ആവശ്യമില്ല. തൽക്കാലം നമ്മൾ എന്തായാലും ഒരാൾ കയറി കണ്ടിട്ട് ബാക്കി നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടേക്ക് വന്ന സ്ഥിതിക്ക് ഒന്ന് കണ്ടിട്ട് വേണം. അതല്ലെങ്കിൽ ഇത് ശരിക്കും നമ്മൾ ഒട്ടും ഇന്ന് പ്ലാൻ ചെയ്തിരുന്നതല്ല. നമുക്ക് പിന്നീടൊന്ന് വന്ന് ഇതിൻ്റേതായ രീതിയിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടൂറൊന്ന് തുടങ്ങാം. 50,000 years ago, an iron nickel meteorite impacted Earth at 26,000 miles per hour and with the force of 20 million tons of TNT. 1891 ചീഫ് ജിയോളജിസ്റ്റ് ഓഫ് ദ US സർവേ വോൾക്കാനിക് ഒറിജിൻ ആണെന്നാണ് ആദ്യം വിചാരിച്ചിരുന്നത് 1891. പിന്നെ 1902 ഫിലാഡൽഫിയ മൈനിങ് എഞ്ചിനീയർ ഒരു മൈനിങ് എഞ്ചിനീയറാണ് ഇതൊരു മീറ്റിയറൈറ്റ് ഇമ്പാക്റ്റ് ആണെന്നുള്ളത് ഏകദേശം അനുമാനിച്ചത്. പിന്നെ പുള്ളി ആ സ്ഥലം വാങ്ങി. 1906 ഇതിൻ്റെ ഏകദേശം കാര്യങ്ങളൊക്കെ ഒന്ന് ഡോക്യുമെൻ്റ് ചെയ്തിട്ട് സർവേ US ജിയോളജിക്ക് കൊടുത്തു എന്ന് പറയുന്നു. 1929 ഡ്രില്ല് ചെയ്തപ്പോൾ 1376 ഫീറ്റിൽ വെച്ചത് ബ്രോക്കായി. പിന്നെ അത് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ 1957 ബർട്ടൺ ഇവർ മീറ്റിയർ ക്രേറ്റർ എൻ്റർപ്രൈസസ് എന്ന് പറഞ്ഞ് ഇവിടെ തുടങ്ങി. 1960 ഡോക്ടർ ഇഗ്വൻ ഷോമേക്കർ US ജിയോളജിക്കൽ സർവേയുടെ ആൾ ഇത് തീർച്ചയായിട്ടും ഒരു മീറ്റിയർ ഇമ്പാക്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് കൺഫേം ചെയ്തു. 1961 ഇതൊരു വിസിറ്റർ സെൻ്ററായിട്ട് ഡെവലപ്പ് ചെയ്തു. 2002 ഇത് മോഡിഫൈ ചെയ്തു. 1964 മുതൽ 72 വരെ നാസയുടെ ആസ്ട്രോനോട്ട്സ് ഇവിടെ അപ്പോളോ മിഷൻ്റെ ഭാഗമായിട്ട് ഇവരെ ട്രെയിൻ ചെയ്തു. 1968 മീറ്റിയർ ക്രേറ്റർ ഡെസിഗ്നേറ്റഡ് ആസ് ഒരു നാച്ചുറൽ ലാൻഡ്മാർക്കായിട്ട് ഇത് ഡെസിഗ്നേറ്റ് ചെയ്ത് 1968 നമുക്കിനി ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. ഇവിടെ മീറ്റിയറിൻ്റെ പാർട്സാണ് കേട്ടോ ഇരിക്കുന്നതൊക്കെ. ഇവിടെ വന്ന മീറ്റിയർ ആണോന്ന് അറിയില്ല, ചിലപ്പോൾ ഇവിടുന്ന് കിട്ടിയത് തന്നെയായിരിക്കും. ഇവിടെ എന്ത് എഴുതി വെച്ചിട്ടുണ്ടെന്ന് നോക്കാം. ഇവിടെയും കാണാം നമുക്ക്. ഹിസ്റ്ററി എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് കിട്ടിയ ഈ ഒരു മീറ്റിയറേറ്റ് ആദ്യം 1968 ഇത് കാണാതായി. എന്നിട്ട് പിന്നെ ഇത് ഒരാളുടെ കയ്യിൽ കിട്ടി. അവസാനം ഇത് സ്ക്രാപ്പാണെന്ന് വിചാരിച്ചിട്ട് പിന്നെ $10 എവിടെയോ വിൽക്കാൻ കൊണ്ടുപോയി. പിന്നെ ഇത് വാങ്ങിയ ആളൊരു ടെലിവിഷൻ പ്രോഗ്രാം കണ്ടു കഴിഞ്ഞപ്പോൾ ഇങ്ങനൊരു ഒരു സംശയം തോന്നിയിട്ട് ഇയാൾ സയൻറ്റിസ്റ്റിനെയൊക്കെ സമീപിച്ച് ഇത് ചിക്കാഗോയിലേക്ക് കൊണ്ടുപോയി കൊടുത്തു. അതിനുശേഷം 2006 ഇതിങ്ങോട്ട് തിരിച്ചു കൊണ്ടുവന്നു എന്നാണ് പറയണത്. പക്ഷേ ഇവിടുത്തെ ക്രേറ്റർ ഭയങ്കര വലിപ്പമുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഇത് ചെറുതാണ്. അത്രയും വലിയൊരു കുഴി അവിടെ ഉണ്ടാവാൻ എന്താണ് റീസൺ എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ ഈ മീറ്റർ വന്ന് കഴിയുമ്പോൾ ശരിക്കും ഇതിൻ്റെ അപ്പുറത്തുകൂടി ഇതിന് മറ്റേ ലിഫ്റ്റ് ഉണ്ട് കേട്ടോ. മീറ്റർ വന്നു കഴിയുമ്പോൾ ഇത് കത്തി പോകില്ല, അതുകൊണ്ട് ആണോന്നറിയില്ല. പക്ഷെ എന്നാലും ഇത്രയും വലിയൊരു ക്രേറ്റർ ഇവിടെ ഉണ്ടാവണമെങ്കിൽ ആ ചാടിയ സാധനം എവിടെയാണെന്നുള്ളത് അതിനെക്കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടിയിട്ടില്ല കേട്ടോ. ഇതിൻ്റെ അകത്തുകൂടി മേളിലേക്ക് ലിഫ്റ്റ് ഉണ്ട്. അവിടെ നമുക്ക് അങ്ങോട്ട് പോകാം. നമ്മൾ വന്ന് പാർക്ക് ചെയ്ത ഏരിയയിലാണ്
നാസയുടെ ശാസ്ത്രജ്ഞന്മാരൊക്കെ വന്ന സ്ഥലമാണ് കേട്ടത്. അതാണ് ആ ലിഫ്റ്റ്. ഭയങ്കര റേറ്റാണ്, പക്ഷെ ഇത് ചാർജ് ചെയ്യണം. ഇതൊക്കെ ആളുകളൊക്കെ നടന്ന് പോകുന്നുണ്ടോ. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് തിയേറ്റർ ഉണ്ട്, ദ ക്രേറ്റർ ഉണ്ട്, ഡിസ്കവറി സെൻറ്റർ, കൊളീഷൻ 4D എക്സ്പീരിയൻസ് ഉണ്ട്, റെസ്റ്റ് റൂംസ് ഉണ്ട്, മൈനിങ് കമ്പനി. ഇത് മറ്റേ ബഹിരാകാശ പര്യവേഷണം നടത്തുന്ന എന്താ പറയുന്നത് മെഷീൻസാണ് കേട്ടോ. അപ്പോളോ ടെസ്റ്റ് ക്യാപ്സ്യൂൾ അപ്പോളോയിലേക്ക് പോകാൻ. ആംസ്ട്രോങ്ങിൻ്റെ ഇത്ര വ്യക്തമായ മുഖം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ഒരു ബുക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഈ ഒരു പര്യവേഷണത്തിനെ കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോളോ ആസ്ട്രോനോട്ട്സൊക്കെ വന്ന് ഇവിടെ ട്രെയിൻ ചെയ്യുന്നതിൻ്റെ ഫോട്ടോസാണ് ഇതായി കാണുന്നതെല്ലാം. മൂണിൽ നിന്ന് കൊണ്ടുവന്ന ഒരു കല്ലാണ് കേട്ടോ ഇത്. നാസയിൽ കൊടുത്തിരിക്കുന്നതാണിത്. 3D ഷോ ഉണ്ടെന്ന് അറിയില്ല, അത് കാണാനായിട്ട് പോകണം കേട്ടോ. നമ്മൾ 4D എക്സ്പീരിയൻസ് ചെയ്യാൻ പോകണം കേട്ടോ. 4K ആ ഒരു എക്സ്പീരിയൻസ് കഴിഞ്ഞ് ഇറങ്ങി കേട്ടോ. നല്ലൊരു കുറേ ഇൻഫർമേഷൻസ് കിട്ടി. 4K എക്സ്പീരിയൻസ് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുന്നത് ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, മെറ്റിയർ ക്രേറ്റർ മൈനിങ് കമ്പനി എൻ്റെ റെസ്റ്റോറൻറ്റ്. നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നില്ല. പിന്നെ ഇവിടെ ഒരു ഗിഫ്റ്റ് സെൻറ്റർ ഉണ്ട്. ഗിഫ്റ്റ് സെൻറ്ററിലേക്ക് ഒന്ന് കയറി നോക്കാം. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ നോക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ, എല്ലായിടത്തും ഒരേ ഐറ്റംസാണ് കിട്ടുന്നത്. ഒരേന്ന് പറഞ്ഞാൽ ആ ഒരു ഏരിയയിൽ ബന്ധപ്പെട്ട സാധനങ്ങളാണ്. പക്ഷെ നമ്മളിതിങ്ങനെ കണ്ട് മടുത്തിരിക്കുകയാണ് ഗൈസ്. ഇതാണ് കേട്ടോ ഇവിടെയുള്ള ഐറ്റംസ്. ഡെസ്റ്റിനേഷൻ ഇവിടെ നിന്നുള്ള സൂനിയേഴ്സൊക്കെ മേടിക്കാം. റൂട്ട് 66ൻ്റെ കല്ലുകൾ വെച്ചിരിക്കുന്നത്. കുറേ ഐറ്റംസ് അവിടെ വെച്ചിട്ടുണ്ട്. മെറ്റൽസ് ആണെന്ന് കേട്ടോ. കാർബൈഡ്, ടെർക്കുറോയ്സ്, ഗോൾഡ്, ഫ്ലൂറൈറ്റ്, ഡൈഡ് അമെത്തിസ്റ്റോ, ഡൈഡ് ക്രിസ്റ്റൽ പോയിൻറ്റ്സ്, ഇങ്ങനെ ഓരോന്ന് വെച്ചിട്ടുണ്ട്. ഉണ്ടല്ലേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇതാണ് കേട്ടോ. ഫോസിൽസ് ഇരിക്കുന്നുണ്ട് കല്ലിൻ്റെ ഇടയ്ക്ക്. ഇത് $44 കാണിക്കുന്നത്. ജാക്കറ്റ് ഉണ്ട് കേട്ടോ, $144. സ്പേസ് എംബ്ലംസ്. ഇതാണ് മെറ്റിയർ ക്രേറ്റർ. ഇതിൽ ഇതാ അവിടെ ഒരു കുഴിയുണ്ട്. ഇത് ഇവിടെ വന്ന് പതിച്ച മീറ്റിയർ എങ്ങോട്ടാണ് പോയതെന്ന് അറിയാനുള്ളൊരു കുഴി അവർ ഡ്രിൽ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അത് ഏത് വർഷമാണ് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. ഭയങ്കര വലുപ്പമുണ്ടോ അതെ. ആളുകൾ പോയി കാണുന്നുണ്ടോ മീറ്റിയറിൻ്റെ ഒരു പടം. നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയിട്ടൊന്ന് കാണാം. കുറേ സംഗതികളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെന്തായാലും ഒന്ന് വന്ന് വർത്ത് വിസിറ്റാണ് കേട്ടോ ഈ സ്ഥലം. നമ്മളിതിൻ്റെ അകത്താണ് നിന്നത്. പുറത്തേക്ക് ഇറങ്ങുന്നത് ഇതാണ് കേട്ടോ ക്രേറ്റർ. ഒരു വലിയൊരു കുഴിയാണ്, എന്തോ വന്ന് പതിച്ച പോലെയുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഉൽക്ക വന്ന് പതിച്ചതാണെന്നാണ് പറയുന്നത് 50,000 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ അതിൻ്റെ ഇവിടെ ഒരു ഇതെന്താണെന്ന് അറിയാനായിട്ട്, ആ ഉൽക്ക അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടോയെന്ന് അറിയാനായിട്ട് മൈൻ ചെയ്താണ് കണ്ടത്. കുറേ ഫീറ്റ് അടിയിലേക്ക് മൈൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇത് പൊട്ടിപ്പോയി. പിന്നെ അവർ സ്റ്റോപ്പ് ചെയ്തെന്നാണ് പറയുന്നത്. ഭയങ്കര വലുപ്പമാണ് കേട്ടോ. ഇതിൻ്റെ മുകളിലേക്കൊരു വഴിയുണ്ട്, നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം. തീർന്നിട്ട് ഏത് നേരം കട്ടാവാം, അതുകൊണ്ട് കൂടുതൽ വ്യൂ കിട്ടിയില്ലെങ്കിൽ ക്ഷമിക്കുക. വ്യൂ ഒരു രക്ഷയില്ല. ഇവിടെ നിന്നിട്ടുള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യമാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഫുള്ളാ ഒരു രക്ഷയില്ല കേട്ടോ. വർത്ത് വിസിറ്റിംഗ് ആണ് ഇവിടെ ഈ ക്രേറ്റർ. നിങ്ങൾ വന്ന് കാണാൻ സാധിക്കുന്നവർ ഒന്ന് കാണുക. ലോസ് ആഞ്ചൽസിൽ, കാലിഫോർണിയയിൽ, അരിസോണയിൽ, ന്യൂ മെക്സിക്കോയിൽ, കൊളറാഡോയിൽ ഒക്കെ ഉള്ള ആളുകൾ
അടിപൊളിയാണ്. ഒരുപാട് വിസിറ്റേഴ്സ് ഉണ്ട്. ഒരു വണ്ടറല്ലേ ഇതിപ്പോൾ. വെള്ളം വന്ന് നിറഞ്ഞു വരുന്നെങ്കിൽ നമുക്കിതൊരു ക്രേറ്ററാണെന്ന് പോലും അറിയാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഇത് വർത്ത് വിസിറ്റിംഗ്. ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നതാണ് കേട്ടോ. ഇങ്ങോട്ടേക്ക് താഴേക്കും ഇറങ്ങി വരാം. ഇവിടെ നിന്നും കാണാം. അമേരിക്കയിൽ വന്നാലാട്ടോ നമുക്കിതുപോലത്തെ അത്ഭുതങ്ങൾ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അമേരിക്കയിലുള്ളവർ ഇതൊന്നും കാണാതെ വെറുതെ ഇവിടെ ഇരിക്കരുത്. ഇതൊക്കെ തീർച്ചയായിട്ടും വന്ന് കാണണം. യെസ്, ഇവിടെ ഇങ്ങനെ ഈ ഒരു ഡെക്കിൽ നിന്നിട്ടും കാണാം കേട്ടോ. അതിൻ്റെ കാഴ്ചകളിലൂടെ എങ്ങനെയാണെന്ന് നോക്കാം. യെസ്, അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്കിനി നമ്മുടെ യാത്ര തുടരാം. അപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷനും ബാക്കിയുള്ള കാഴ്ചകളും കണ്ട് നേരെ കാലിഫോർണിയ. നമ്മുടെ ഈ ക്രേറ്ററിൻ്റെ അടുത്തൊരു റെസ്റ്റ് ഏരിയ ഉണ്ട് കേട്ടോ. വളരെ അടിപൊളിയാണ്. നല്ല അടിപൊളി ഗ്രീനറി ഉള്ള അരിസോണ നമ്മളിപ്പോൾ കാണുന്നുണ്ട് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഒരുപാട് മരങ്ങളും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനത്തെ ഒരു അരിസോണ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അരിസോണയിൽ നമ്മൾ ഫ്ലാഗ്സ്റ്റാഫ് എന്ന് പറയുന്ന സ്ഥലത്തൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അരിസോണയുടെ നമ്മുടെ ഇവിടുത്തെ വ്യൂ കണ്ട് നമ്മൾ ഞെട്ടിയിരിക്കുകയാണ് കേട്ടോ. കാലിഫോർണിയയുടെയൊക്കെ നോർത്തേൺ പാർട്സിലേക്ക് പോകുമ്പോൾ, അതായത് റെഡ്വുഡ് നാഷണൽ പാർക്കിൻ്റെ ഒക്കെ ഏരിയയിലേക്ക്, അതല്ലെങ്കിൽ ലേക്ക് ടാഹോയുടെയൊക്കെ അങ്ങോട്ടേക്ക് പോകുമ്പോഴുള്ള ആ ഒരു ലാൻഡ്സ്കേപ്പാണ് ഇങ്ങോട്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നമ്മൾ കുറച്ച് മുമ്പ് ഡിയർ ഫാമിലേക്കുള്ളൊരു സൈൻ ബോർഡൊക്കെ കണ്ടിരുന്നു. അടിപൊളി അല്ലേ, സൂപ്പർ. നമുക്ക് അരിസോണ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു മറ്റേ ഡെസേർട്ടിൻ്റെ ഒരു പാർട്ടായിട്ടുള്ളൊരു ഏരിയ എന്നുള്ളൊരു കൺസെപ്റ്റ് കംപ്ലീറ്റ്ലി മാറിപ്പോയിട്ടോ ഈ ഒരു വരവിൽ. ശരിക്കും ബ്യൂട്ടിയിൽ ഇപ്പോൾ നമ്മുടെ ട്രിപ്പിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിസൂറി, ഒക്ലഹോമ, അരിസോണ ഇത്രയും നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. കണ്ടില്ലേ ഇവിടെ എല്ലാം ആ ഒരു വീടുകളൊക്കെ നോക്കി എന്താ അടിപൊളി അല്ലേ, യൂറോപ്പ് പോലെ ഉണ്ടല്ലേ. ഇങ്ങോട്ടേക്ക് കൊളറാഡോയൊക്കെ അടിപൊളിയാണ് കേട്ടോ. നമ്മൾ മറ്റേ സ്റ്റേറ്റുകളെ കുറവായിട്ട് പറയുന്നതല്ല, ഈ സ്റ്റേറ്റുകളൊക്കെ നമ്മുടെ പ്രതീക്ഷയുടെ അപ്പുറം വേറൊരു ലെവലിലായിരുന്നു കാഴ്ചകൾ. അതാണ് നമുക്കൊരു അത്ഭുതം തോന്നിയത്. യെസ്, നമ്മൾ വീണ്ടും ഒരു എക്സിറ്റ് എടുക്കുവാണ് കേട്ടോ. നമ്മുടെ ലവ്സ്, റോഷ്നിക്ക് ലവ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ലവ്സിൽ ഒന്നുകൂടെ പോകണം എന്ന് പറയണേ. അവിടെയാണ് നമ്മുടെ ലവ്സ്. നമുക്കൊരു ബ്രേക്ക് എടുക്കാം. നമുക്ക് ഇനി സമയം ഇപ്പോൾ 4 മണി, 3:59, 4 മണിയായി. അപ്പോൾ നമുക്ക് ഇനി 416 മൈൽ പോകാനുണ്ട്. ഇത് കണ്ടില്ലേ, വീണ്ടും നമ്മുടെ ലവ്സിലേക്ക് എത്തി. ഇതൊരു നമുക്ക് പകരം വയ്ക്കാനില്ലാത്ത ഒരു ഗ്യാസ് സ്റ്റേഷൻ, അതല്ലെങ്കിൽ ഒരു സ്റ്റോപ്പിംഗ് പ്ലേസ് എന്ന് പറയാം കേട്ടോ. നിങ്ങൾ എവിടെ യാത്ര ചെയ്യുവാണെങ്കിലും ഫസ്റ്റ് പ്രിഫർ ലവ്സ്. ഇൻ കേസ് നിങ്ങൾ റെസ്റ്റ് ഏരിയ എടുക്കുന്നില്ല എങ്കിൽ ലവ്സ് സെലക്ട് ചെയ്യുക. റെസ്റ്റ് ഏരിയ അടിപൊളിയാണ്. ലവ്സിലാകുമ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ മേടിക്കേണ്ടി വരും. നമ്മൾ വെറുതെ കയറി ബാത്റൂമിൽ കയറി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പോകുന്നത് വളരെ മോശമാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണം തീർച്ചയായിട്ടും. ചെറിയൊരു ടിപ്പാട്ടെ ഇവിടെ യാത്ര ചെയ്യുന്നവർക്ക്. ടിപ്പൊന്നുമല്ല, ഇതാ സബ്വേയിൽ വില കുറച്ചിട്ട് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇതേണ്ട സബ്വേയിൽ ഇങ്ങനെ ഒരു സംഭവം കിട്ടും. $3 ഉള്ളൂ കേട്ടോ. നമ്മൾ അവിടുന്ന് രാവിലെ സാൻഡ്വിച്ച് വാങ്ങിയായിരുന്നു. അപ്പോൾ സാൻഡ്വിച്ച് വാങ്ങി. പിന്നെ ഇപ്പോൾ നമ്മൾ അപ്പോൾ തന്നെ രാവിലെ തന്നെ വാങ്ങിയതാണ്. പിന്നെ നമ്മൾ ലവ്സിൽ കയറിയപ്പോൾ വേറൊരു ടാക്കോസ് വാങ്ങിയായിരുന്നു. ഇപ്പോൾ ദാ ഇതുപോലത്തെ 2 എണ്ണം വെറും $3 കിട്ടുള്ളൂ. ഇതിപ്പോൾ നമുക്ക് എവിടെയാണെങ്കിലും വാങ്ങി കഴിക്കാവുന്ന സംഭവമാണ്. ഇതുപോലത്തെ 2 എണ്ണം ഉണ്ട്. കാണിച്ചു തരാം. അത് ഭയങ്കര വർത്താണ്. നമുക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ സാധാരണക്കാർക്ക് ഒരു മീല് കഴിക്കണ ആ ഒരു ഇത് കിട്ടും. $3 2 എണ്ണം കിട്ടാന്ന് പറഞ്ഞാൽ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഈ സബ്വേ അധികം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല.
അപ്പം ഇങ്ങനെ ഇത് 2 എണ്ണം കഴിച്ചാൽ നമുക്ക് ഒരു മീല് കഴിക്കുന്ന ഒരു ഇതാവും. ഇത്രയും ലോങ് ട്രിപ്പൊക്കെ പോകുമ്പോൾ വലിയ എക്സ്പെൻസ് വരുമല്ലോ. അപ്പോൾ നമുക്ക് കുറേ കൺട്രോൾ ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അടിപൊളിയാണ്. ഇത് ചിക്കൻ കിട്ടും, പിന്നെ എനിക്ക് തോന്നുന്നു പെപ്പറോണിയോ, അത് ഹാമാണോ എന്താണെന്ന് അറിയില്ല. പിന്നെ വേറൊരു 3-4 ഓപ്ഷൻസ് ഉണ്ട്. ചിക്കൻ്റെ പീസ് ഇടുന്നത് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അത്യാവശ്യം നമുക്കറിയാമല്ലോ അമേരിക്കയിലെ ഫുഡിൻ്റെ വില അറിയാമല്ലോ. അപ്പോൾ ഇത് തരുന്ന ഐറ്റവും ഇതിൻ്റെ റേറ്റും വെച്ച് നോക്കുമ്പോൾ വെരി എന്താ ചീപ്പ് എന്ന് പറയാം. പക്ഷേ ടേസ്റ്റ് ഈസ് വെരി ഗുഡ്. ചിക്കനും ചീസുമാണ് ഇതിൻ്റെ അകത്ത് ഇടുന്നത്. അടിപൊളി ടേസ്റ്റാണ്. ഇത്രയും ടേസ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചില്ല. യെസ്, നമ്മളിപ്പോഴും അരിസോണയിൽ തന്നെയാണ്. സമയം 6:30 ഇനി ഇവിടെ നിന്നൊരു 80 മൈലൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ കാലിഫോർണിയയിലേക്ക് എത്തും. അപ്പോൾ ഒരു ചായ കുടിക്കാനായിട്ട് നമ്മളൊന്ന് നിർത്തിയതാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ട്രാവൽ സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്താണ്. ഇവിടുന്ന് ഒരു തൊട്ടടുത്തുള്ള ഒരു ടൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിങ്മാൻ എന്ന് പറഞ്ഞിട്ടൊരു ടൗണാണ്. അത് വളരെ അടുത്താണ് ഇവിടുന്ന്. അപ്പോൾ അരിസോണയിലെ പരിപാടികൾ നമ്മൾ ഇതോടുകൂടി കഴിയും. ഇനി നേരെ കാലിഫോർണിയയിലേക്ക്. ഈ ഷോപ്പൊന്ന് കാണിച്ചു തരാം. നമ്മൾ സാധാരണ ലൗസിലാണല്ലോ കയറാറ്. ഇത് ലൗസ് അല്ല കേട്ടോ, ഇത് കിങ്മാൻ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പാണ്. എടുത്ത മോനെ അതിന് എടുക്കണ്ട, എന്തോരം എടുത്ത് ഇപ്പോൾ കഴിച്ചാലേ ഉള്ളൂ. എത്ര എണ്ണമായിപ്പോൾ കഴിക്കണം. കുട്ടികൾ ഈ ചിപ്സ് കഴിച്ച് എത്ര കൊള്ളില്ലെന്ന് പറഞ്ഞാലും ഒരു വേണമെന്ന് കുറേ പറയുമ്പോൾ നമ്മൾ മേടിച്ചു കൊടുക്കും. പിന്നെ ഇതും വലിയൊരു ഷോപ്പാട്ടോ. അങ്ങോട്ടേക്ക് മറ്റേ ഇതൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടുത്തെ ഈ ഒരു ഗ്യാസ് സ്റ്റേഷനിൽ ഡ്രൈവേഴ്സ് ലോഞ്ച് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വരുന്ന ക്ഷീണിച്ച് വരുന്നവർക്ക് ഇരിക്കാനുള്ളൊരു ലോഞ്ചൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും ഒരു കോഫി ബ്രേക്ക് എടുത്തിരിക്കുകയാണ് കേട്ടോ. ഞങ്ങളെ സംസാരത്തിലാണ്. യെസ്, റോഷ്നി കാല് മസാജ് ചെയ്ത് തരുന്നു. വണ്ടി ഓടിച്ച് പിടിവിട്ടു. ഇന്നത്തെ യാത്ര ക്രേറ്റർ കണ്ടപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. മടുത്തോ ഗൈസ്? മടുത്ത എത്താറായി, യാത്ര അവസാനിക്കാറായി. അതെ. ഇനി 6 hours more. അല്ല 5 hours അല്ലേ? 5 hours. 5 എന്ന് പറഞ്ഞാൽ 6 ആവും. അതെ, 5 എന്ന് പറയുമ്പോൾ 7 ആവും. അതെ. കോഫി വിത്ത് കിഡ്സ് ബാബുജി. അതെ, കോഫി വിത്ത് കരണ്ട് പകരം കോഫി വിത്ത് കിഡ്സ്. ഇനി ഉമ്മിച്ച ഡ്രൈവ് ചെയ്യാൻ പോണേ. എന്ത് ആവശ്യം ഇത്ര നേരം ഓടിച്ചില്ല, ഇനി ഉമ്മിച്ച ഓടിക്കട്ടെ. നമ്മളങ്ങനെ വണ്ടി എടുത്ത് ഉടനെ തന്നെ കിങ്മാൻ എന്ന് പറയുന്ന സിറ്റിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അരിസോണയിലെ കിങ്മാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നമുക്ക് വരുന്നത് കാലിഫോർണിയയുടെ നീഡിൽസ് എന്ന് പറയുന്ന ഒരു സിറ്റിയാണ്. അപ്പം ഇതൊരു മരുഭൂമിയുടെ ഇടയ്ക്കുള്ളൊരു സിറ്റിയുടെ ഒരു രൂപമാണ് കേട്ടോ. രൂപം എന്നല്ല, ഏകദേശം ഒരു മരുഭൂമിയുടെ അടുത്താണ്. മരുഭൂമിയുടെ ഭാഗമാണ് കാലിഫോർണിയയുടെ ഈസ്റ്റ് സൈഡ്, അതുപോലെ തന്നെ അരിസോണയുടെ വെസ്റ്റ് സൈഡ്. അപ്പോൾ ഇത് രണ്ടും ചേർന്ന ഭാഗത്ത് അവസാനം വരുന്നൊരു വലിയൊരു സിറ്റിയാണിത്. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു സിറ്റിയാണ് കേട്ടോ. അങ്ങോട്ടേക്കൊക്കെ ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. കിങ്മാൻ സിറ്റി കഴിഞ്ഞ് കാലിഫോർണിയ. ബാക്കിൽ നല്ല ഡ്രൈ ആയിട്ടുള്ള മലകളൊക്കെ കാണാം. കിങ്മാൻ കഴിഞ്ഞ് വീണ്ടും മലനിരകൾ തുടങ്ങുന്നു.
റോഷ്നി തകർത്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. വീണ്ടും നമുക്ക് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി മൈലുകൾ താണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിപൊളിയായിട്ടുള്ള ഡ്രൈവിംഗ് ആണ്. റോഷ്നി ഇപ്പോൾ ഒരു പ്രോ ആയി. ഇപ്പോൾ അമേരിക്ക മൊത്തം ഓടിക്കാനുള്ള കപ്പാസിറ്റിയിലേക്ക് ആയി റോഷ്നി. എന്ത് പറയണു? ആയില്ലേ? ആർ യു കോൺഫിഡന്റ്? അപ്പൊ എല്ലാ ലേഡീസിനോടും എന്താണ് പറയാനുള്ളത്? ഓടിക്കോന്നോ? റോഷ്നി ഓവർടേക്ക് ചെയ്യാണ് ഗൈസ്. അയ്യോ, റോഷ്നി ഒരു വാൻ ഓവർടേക്ക് ചെയ്യാൻ പോകുന്നു ഗൈസ്. ഓവർടേക്ക് ചെയ്തു ഗൈസ്. കണ്ടോ റോഷ്നി പോകണുണ്ടോ? സ്പീഡ് 80 പോണേ. 80 എന്ന് പറയുമ്പോൾ 130 കിലോമീറ്ററിൽ സ്പീഡിലാണ് പോണേ. പക്ഷെ ആ സ്പീഡൊന്നും നമ്മുടെ ഈ ഫ്രീ വേയിൽ ഒന്നും അല്ല കേട്ടോ. ഇവിടെ 100 മൈലിലൊക്കെ പോകും മിക്ക സ്ഥലത്തും. കാരണം 100 മൈൽ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊരു 160 കിലോമീറ്റർ ആവും. 100 മൈലിന് മേളിൽ അങ്ങനെ പോകാൻ പറ്റില്ല കേട്ടോ. ഒരു 80-85 ആവറേജ് എല്ലാ വണ്ടികളും പോകുന്നുണ്ട് ഇവിടെ. ഈവൻ ലോറി വരെ 80-ലേക്കാണ് പോകുന്നത്. പിന്നെ എന്താ പറയുന്നത്, അരിസോണ നമ്മളെ ശരിക്കും ഞെട്ടിപ്പിച്ച് കളഞ്ഞു കേട്ടോ. അരിസോണയിൽ നമ്മൾ തീർച്ചയായിട്ടും വരണം. അടുത്ത നമ്മുടെ ട്രിപ്പ് അരിസോണയിലേക്ക് ആക്കിയാലോ എന്നാണ് ആലോചിക്കുന്നത്. കാരണം ഉണ്ടല്ലോ, ഒരു ലാൻഡ്സ്കേപ്പ് ഭയങ്കര ഡിഫറെൻ്റ് ആണ് ഓരോ ഏരിയയിലും. നമ്മൾ ന്യൂ മെക്സിക്കോയിൽ നിന്ന് കയറിയപ്പോൾ ആ ന്യൂ മെക്സിക്കോയുടെ ഭാഗമായിട്ടുള്ളൊരു ഗ്രീനറിയും ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന്, പിന്നെ എന്താ പറയുക, നല്ല അടിപൊളി എന്താ പറയുക, വേറൊരു വേൾഡ് പോലെ. നമ്മളെ ക്രേറ്ററൊക്കെ കണ്ട ഏരിയയിൽ വേറൊരു വേൾഡ് പോലെ. പിന്നെ അവിടെയാണ് ഈ നമ്മുടെ ഗ്രാൻഡ് ക്യാനിയൻ ഉള്ളത്. ഗ്രാൻഡ് ക്യാനിയനൊക്കെ നമ്മൾ മിണ്ടാതെ ഇരുന്ന് പോണേ കേട്ടോ. കാരണം അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മൾ ഇതിൻ്റെ തൊട്ടടുത്തോടെ ഏകദേശം 100 മൈൽ അടുത്തോടെയാണ് നമ്മൾ പോണത് ഗ്രാൻഡ് ക്യാനിയൻ്റെ. പക്ഷെ അത് ഇപ്പോൾ നമുക്ക് കയറാൻ സമയമില്ല. കാരണം നല്ല അടിപൊളിയായിട്ട് അതൊക്കെ കാണുന്നത് ഭയങ്കര ആഗ്രഹമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ ഇത്ര നാളായിട്ട് പോകാതിരിക്കുന്നത്. കാരണം പോയി കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ എല്ലാം കണ്ട് നല്ല അടിച്ച് പൊളിച്ച് അത് എടുത്തിട്ട് അതിൻ്റെ ആ ഒരു എല്ലാം ഓരോ ഇഞ്ചും കണ്ട് എൻജോയ് ചെയ്തിട്ട് വരണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളതിങ്ങനെ വെച്ചേക്കുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് തൃപ്തിയാവില്ല. അപ്പോൾ നമുക്ക് അത് വേറെ സെപ്പറേറ്റ് പോകാം, നയാഗ്ര പോയ പോലെ. അപ്പോൾ അരിസോണയിലാണ് ഗ്രാൻഡ് ക്യാനിയനും. അപ്പോൾ അരിസോണ നമുക്ക് ശരിക്കും ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. നമ്മൾ കാലിഫോർണിയ ശരിക്കും എക്സ്പ്ലോർ ചെയ്ത പോലെ ഇനി അടുത്ത അരിസോണയും പിന്നെ യൂട്ടയും ഉണ്ട്. യൂട്ടയും ബ്യൂട്ടിഫുൾ ഒരു രക്ഷയില്ല. അപ്പം അതിൽ ഏത് പിടിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ അരിസോണ കുറച്ചുകൂടി അടുത്താണ്. പിന്നെ ഗ്രാൻഡ് ക്യാനിയൻ ഉണ്ട്. അപ്പോൾ അരിസോണ പിടിച്ചാലോ നമ്മൾ അടുത്ത സ്റ്റേറ്റ് ആയിട്ടെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നിങ്ങൾക്കറിയാം, നമ്മൾ ആദ്യം കാലിഫോർണിയ കംപ്ലീറ്റ് നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേറ്റ് പിടിക്കാൻ വേണ്ടി ഇരുന്നതാണ്. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ കാലിഫോർണിയ കംപ്ലീറ്റ് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ US മൊത്തം ഒരു കറക്കം കറങ്ങിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത സ്റ്റേറ്റിൽ നമ്മൾ അരിസോണ തന്നെ ആക്കിയാലോ എന്നുള്ളത് നമുക്ക് നോക്കാം. അടിപൊളിയാണ്. അപ്പം നമ്മൾ പറഞ്ഞ പോലെ ഓരോ ഏരിയയിലേക്ക് വരുമ്പോൾ ഓരോ ഭൂപ്രകൃതി അല്ലേ. നമുക്ക് നമ്മുടെ നാട്ടിലേക്കാണ് നമുക്കതിനെ പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഇപ്പോൾ കേരളത്തിലൊക്കെ ആണെങ്കിലും നമുക്ക് ഏകദേശം എല്ലായിടത്തും ഒരുപോലെയല്ലേ. ഇവിടെ എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ളത്. ആ വലിയ മരങ്ങളുള്ള നമ്മുടെ സെക്കോയുടെ അങ്ങോട്ട്, അതുപോലെ തന്നെ ലേക്ക് ടവറുടെ അങ്ങോട്ട് പോകുന്ന പോലെ, അതല്ലെങ്കിൽ റെഡ്വുഡ് നാഷണൽ പാർക്കിൻ്റെ അങ്ങോട്ട് പോകുന്ന പോലെ, അതല്ലെങ്കിൽ ബിഗ് സറിൻ്റെ അങ്ങോട്ട് പോകുന്ന പോലെ, അങ്ങനെയുള്ള ഏരിയകളൊക്കെ ഇവിടെയുണ്ട്, അരിസോണയിലുണ്ട്. പിന്നെ അരിസോണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദിനോസറുകളുടെയൊക്കെ ഒരുപാട് ഫോസിൽസ് കിട്ടിയ സ്ഥലമുണ്ട്. എനിക്ക് തോന്നുന്നു അവിടെ ഒരു ദിനോസറിൻ്റെയൊക്കെ ഒരു കാല് പതിഞ്ഞ ഒരു ഇതൊക്കെയുള്ള എന്താ പറയുന്നത്, മറ്റേ നാഷണൽ പാർക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതിനെക്കുറിച്ചൊന്ന് എനിക്ക് അതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് നമുക്ക് അങ്ങനെ ഒരു എക്സ്പ്ലോറിങ് കൂടെ നടത്തണം. അപ്പോൾ നേരെ നമ്മുടെ നയാഗ്ര ടു കാലിഫോർണിയ ട്രിപ്പിൻ്റെ ബാക്കി കാഴ്ചകളിലേക്ക്. എത്ര ദിവസമായി നമ്മൾ പോന്നിട്ടല്ലേ? ഇന്ന് 5 ദിവസം കഴിയണേ. അന്ന് ഇപ്പോൾ 11ാമത്തെ ദിവസമായി. നമ്മൾ അവിടെ നിന്ന് പോന്നിട്ട് വ്യാഴം, വെള്ളി, ശനി, ഞായർ, തിങ്കൾ 5 ദിവസം കഴിഞ്ഞ് രാത്രി ആയിട്ടോ. 6 ദിവസം എന്ന് പറയാം. കാരണം വ്യാഴാഴ്ച രാവിലെ സ്റ്റാർട്ട് ചെയ്തതാണ്. ഓക്കെ, അപ്പം നേരെ ബാക്കി കാലിഫോർണിയ കാഴ്ചകൾ. രാത്രിയായി, സമയം 8:15. നമ്മുടെ ഇവിടെയാണ് ഇപ്പോൾ 8:15 രാത്രി ആയ പോലെയായി അല്ലേ. പക്ഷേ കഴിഞ്ഞ ദിവസം ന്യൂ മെക്സിക്കോയിലും ബാക്കി അതിൻ്റെ അങ്ങോട്ട് ഈസ്റ്റ് സൈഡിലേക്ക് പോകുന്നതോറും 9:30 ആകുമ്പോഴാണ് ഏകദേശം ഈ കണ്ടീഷനിലേക്ക് ആവുന്നത്. ഓക്കെ, അപ്പോൾ ബാക്കി കാഴ്ചകൾ കാണാം. യെസ്, അധികം താമസിയാതെ തന്നെ നമ്മൾ യുക്ക എന്ന് പറയുന്ന സിറ്റിയിലേക്ക് എത്തി. ഇനി നമുക്ക് അടുത്തത് ഇത്
ഡെസേർട്ട് ഏരിയ പോലെയാണെങ്കിലും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ സിറ്റികളുണ്ട് കേട്ടോ. വളരെ വിജനമായിട്ട് അങ്ങ് പോകുന്ന റോഡുകളല്ല. നമ്മൾ ഈ വഴിക്ക് വരുമ്പോൾ, അതായത് ഫ്രീവേ 40 വരുമ്പോൾ നമുക്കധികം വിജനമായിട്ട് തോന്നില്ല. ഈ മരുഭൂമിയിൽ അരിസോണയും കാലിഫോർണിയയും തമ്മിൽ വിഭജിക്കുന്നത് കൊളറാഡോ റിവറാണ് കേട്ടോ. അങ്ങോട്ടേക്ക് ഇനി നമുക്ക് എത്താനായിട്ട് ഒരു അരമണിക്കൂർ കൂടിയുണ്ട്. കൊളറാഡോ റിവറിൻ്റെ ഓരത്തായിട്ടാണ് ഈ നീഡിൽസ് എന്ന് പറയുന്ന സിറ്റി കാലിഫോർണിയയിലായിട്ട് വരുന്നത്. നമ്മൾ കൊളറാഡോ റിവർ എത്തിയിട്ടോ. രാത്രിയാണ്, നമുക്ക് കാണാൻ പറ്റുന്നില്ല. എന്നാലും അത്യാവശ്യം നന്നായിട്ട് വെള്ളമുണ്ട് കേട്ടോ. അല്ല, നിർത്താൻ പറ്റില്ല. അതെ, കാലിഫോർണിയ, വെൽക്കം കാലിഫോർണിയ എന്നുള്ള ബോർഡ്. യെസ്, അവിടെ നിർത്താൻ പറ്റില്ല. ഓക്കെ, അപ്പം നമ്മൾ കാലിഫോർണിയയിലേക്ക് എൻ്ററായി. കാലിഫോർണിയ, എല്ലാരും ഭയങ്കര ഹാപ്പി ആയിട്ടോ. എൻ്ററിങ് പസഫിക് ടൈം സോൺ എന്ന് പറഞ്ഞ ഒരു ബോർഡ് കാണാം കേട്ടോ. അപ്പോൾ ഇനി നീഡിൽസ് എന്ന് പറയുന്ന സിറ്റിയാണ്. കാലിഫോർണിയക്ക് വെൽക്കം കാലിഫോർണിയ എന്നുള്ള നല്ല അടിപൊളി ബോർഡൊന്നും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. സമയം 8:45 നമ്മൾ കാലിഫോർണിയ എത്തുന്നത്. നമ്മളിവിടെ വരുമ്പോൾ ഒരു ഇൻസ്പെക്ഷൻ സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓൾ വെഹിക്കിൾസ് മസ്റ്റ് സ്റ്റോപ്പ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ആരും ഇല്ലെന്ന് തോന്നുന്നു. അവിടെ ഇൻസ്പെക്ഷൻ സ്റ്റേഷനിൽ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതൊക്കെ ഡെസേർട്ടിൻ്റെ ഏരിയയുടെ ഭാഗമാണെങ്കിലും നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ലൈറ്റുകൾ കാണാം കേട്ടോ. ബിൽഡിങ് പോലെയും അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു സിറ്റി പോലെയൊക്കെ ഉള്ളൊരു ലൈറ്റുകൾ നമുക്ക് ദൂരെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. യെസ്, വെൽക്കം ടു കാലിഫോർണിയ. അവിടെ ബോർഡ് ഉണ്ട് കേട്ടോ. യെസ്, ഫൈനലി നമ്മൾ കാലിഫോർണിയ എത്തിയിരിക്കുന്നു. ഇതുവരെയും കാലിഫോർണിയയുടെ ഇങ്ങനത്തെ വെൽക്കം ബോർഡ് കണ്ടിട്ടില്ല കേട്ടോ. അത് അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ. ഇപ്പോൾ ഏറ്റവും അടിപൊളി ഒരു ബോർഡ് ഇതായിട്ട് എനിക്ക് തോന്നുന്നത്. നല്ല വിശാലമായിട്ട് ഓരോ ഫോണ്ടൊക്കെ ആയിട്ട് മറ്റേ സൈൻ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇവിടെ പുറത്തിറങ്ങിയപ്പോൾ ഭയങ്കര ചൂടാട്ടോ. ഇത് മരുഭൂമിയല്ലേ, അതുകൊണ്ട് ഇത്രയും ചൂട് ഈ സമയത്ത് ഇത്രയും രാത്രിയിൽ ഒരു സ്ഥലത്ത് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് കാലിഫോർണിയയിൽ ലോസ് ആഞ്ചലസിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ തണുപ്പായിരിക്കും ഈ സമയത്ത്. പക്ഷേ ഇത് ആ മരുഭൂമി ആയതുകൊണ്ട് ഇവിടെ ഭയങ്കര ചൂട് കേട്ടോ. ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ നിൽക്കാൻ പറ്റാത്ത ചൂടില്ല, പക്ഷെ എന്നാലും ആ ഒരു വേവലുണ്ടല്ലോ, അത് വരുന്നുണ്ട്. യേസ്, എല്ലാവരും അങ്ങനെ. യേശിക്ക് ടയേർഡായില്ലേ? യേശി ഇച്ചിരി ടയേർഡായിട്ടിരിക്കുകയാണ്. മോനു എങ്ങനെയുണ്ട്? അവനൊക്കെ അടിപൊളിയാണല്ലേ? ബാബുജി കാലിഫോർണിയയുടെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും ഇങ്ങോട്ട് അടുത്ത് നിൽക്കൂ. ഫൈനലി വി അച്ചീവ്ഡ്. നമ്മുടെ യാത്ര കാലിഫോർണിയയിൽ ലോസ് ആഞ്ചൽസിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് ന്യൂയോർക്കിലെ നയാഗ്ര വരെ പോയി. നയാഗ്ര വാട്ടർഫാൾസ് ഒക്കെ അടിച്ച് പൊളിച്ച് കണ്ട് നമ്മുടെ യാത്ര ഇപ്പോ കാലിഫോർണിയയിൽ എത്തിയിരിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ യാത്ര? എന്തെങ്കിലും ക്ഷീണോ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഇപ്പോ വളരെ സക്സസ്ഫുൾ ആയ ഒരു യാത്രയായിരുന്നു. അതെ, നമ്മളിത് തുടങ്ങിയപ്പോ ഇത്രയും ഈസി ആയിട്ട് തീർക്കാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല അല്ലേ? സമാധാനപൂർണവും യാതൊരു വഴക്കോ വയ്യാവലിയോ ഒന്നും ഇല്ലാതെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു യാത്രയായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ വണ്ടി കട്ടയ്ക്ക് നമ്മുടെ കൂടെ നിന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. സിയന്നയിലെ യാത്ര അടിപൊളിയായിരുന്നു. ഇതുവരെ നമുക്ക് ഒരു കംപ്ലൈന്റും ഉണ്ടായിരുന്നില്ല വണ്ടിക്ക്. അപ്പോൾ നമ്മൾ നയാഗ്ര എന്നുള്ള ആ ഒരു ഡിസിഷൻ എടുത്തത് വളരെ പെട്ടെന്നാണ്. പ്രത്യേകിച്ച് വാപ്പച്ചി ഉമ്മച്ചിയൊക്കെ വന്നപ്പോൾ നമ്മൾ ഒരു നല്ലൊരു അടിപൊളി ഒരു സ്ഥലം കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ റിസ്ക് എടുത്തിട്ട് ആദ്യം നമ്മൾ വാപ്പച്ചിയുടെ ഉമ്മച്ചിയുടെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ വാപ്പച്ചിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഉമ്മച്ചിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. പിന്നെ വാപ്പച്ചിയുടെ ഒരു ഇൻട്രസ്റ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും പോകാമെന്ന് തോന്നി. അങ്ങനെ ഒരു കുറച്ച് ദിവസം 2-3 ദിവസം ഇങ്ങനെ ആലോചിച്ച് എന്തായാലും എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് തന്നെ അതിനകത്ത് ഒരു ഇൻട്രസ്റ്റ് കാണിച്ചു കഴിഞ്ഞപ്പോൾ എന്തായാലും പോകാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ യാത്ര സ്റ്റാർട്ട് ചെയ്ത് ഒരു 1-2 ദിവസമൊക്കെ ആയപ്പോൾ നമുക്ക് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു ഇത് എത്തിക്കാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷെ എന്നാലും എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് ഓരോ ദിവസവും കഴിയുന്തോറും എനർജി കൂടി വന്നു. അപ്പം നിർത്താൻ പറ്റാത്തൊരു കണ്ടീഷനിലേക്ക് വന്നു. അങ്ങനെ നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്തു. നയാഗ്ര വരെ എത്തി. നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച 27-നാണോ സ്റ്റാർട്ട് ചെയ്തത്? 28-നോ?
ഡേറ്റ് ഓർമ്മയില്ല കേട്ടോ. 27-നോ 28-നോ കഴിഞ്ഞ് ഈ വെള്ളിയാഴ്ചക്ക് മുമ്പുള്ള വെള്ളിയാഴ്ചയാണ് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തത്. അവസാനം നമ്മൾ ഒരു 4 ദിവസത്തെ ഡ്രൈവിൽ നമ്മൾ വെള്ളിയാഴ്ച രാത്രി സ്റ്റാർട്ട് ചെയ്തിട്ട് ചൊവ്വാഴ്ച രാവിലെ നമ്മൾ നയാഗ്രയിലെത്തി. ബുധനാഴ്ച ഫുള്ള് നയാഗ്ര കറങ്ങി കണ്ട് അടിച്ച് പൊളിച്ച് വ്യാഴാഴ്ച രാവിലെ നമ്മൾ നയാഗ്രയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇന്നിപ്പം വ്യാഴാഴ്ച രാവിലെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്നിപ്പോൾ തിങ്കളാഴ്ച രാത്രിയായി. വ്യാഴം, വെള്ളി, ശനി, ഞായർ, തിങ്കൾ 5 ദിവസമായി. ഇനിയിപ്പോൾ നമ്മൾ ചൊവ്വാഴ്ച രാവിലെയോട് കൂടിയാണ് നമ്മൾ വീട്ടിലേക്ക് എത്തുള്ളൂ. ഇവിടുന്ന് നമുക്കൊരു 4 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് അല്ലേ. ഇനിയും നമുക്കിനി ഇവിടുന്ന് ഒരു കാലിഫോർണിയയുടെ ബോർഡറിൽ നിന്ന് നമുക്കൊരു 4 മണിക്കൂർ ഡ്രൈവ് കൂടിയുണ്ട്. അപ്പം എന്താ പറയുന്നത്, വളരെ ഈസി ആയിട്ട് നമ്മൾ ഇവിടം വരെ ഓടിച്ചെത്തി. പ്രത്യേകിച്ച് റോഷ്നിയുടെ സപ്പോർട്ട് കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് ഡ്രൈവിങ് ഭയങ്കര ഈസി ആയിരുന്നു. നല്ല അടിപൊളിയായിട്ട് റോഷ്നി ഓടിച്ചു. പിന്നെ ഉമ്മച്ചി വാപ്പിച്ചിയൊക്കെ വളരെ പോസിറ്റീവായിരുന്നു. അവരൊക്കെ വളരെ എന്താ പറയുക സന്തോഷം തന്നു നമുക്ക് റോഡിൽ മുഴുവൻ. അതുകൊണ്ട് നമുക്ക് ഈ യാത്ര എങ്ങനെ കഴിഞ്ഞു എന്നറിയില്ല. കുട്ടികൾ വളരെ ആക്റ്റീവായിരുന്നു. കുട്ടികൾ എന്താ പറയുന്നത് ഈ യാത്രയിലൊരു ഇരട്ടി മധുരമായിരുന്നു. നിങ്ങൾക്കറിയാം, എല്ലാ യാത്രയിലും അവർ വളരെ ആക്റ്റീവായിട്ട് ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്കും വളരെയധികം സന്തോഷമായിരുന്നു. വാപ്പിച്ചി ഉമ്മച്ചി പിന്നെ പറയണ്ട, അവർക്ക് അമേരിക്കയിൽ വന്നിട്ട് ഇതൊക്കെ കാണാൻ പറ്റിയതിൻ്റെ ഒരു സന്തോഷം, അതുപോലെ തന്നെ നമുക്കും അവരുടെ സന്തോഷം കാണുമ്പോൾ നമുക്കും ഒരു സന്തോഷം. ഞങ്ങളെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക ഒരുപാട് നാളായിട്ട് ഫുള്ളൊന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആലോചിച്ച് എപ്പോഴും ഞാൻ റോഷ്നി എടുത്ത് പറയും നമുക്ക് ഒന്ന് ഫുള്ളൊരു റോഡ് ട്രിപ്പ് വയ്ക്കണം എന്ന് പറയും. പക്ഷേ ഇപ്പോഴാണ് നമുക്ക് അതിനുള്ളൊരു സൗകര്യം കിട്ടിയത്. എന്തായാലും കറക്റ്റ് സമയത്ത് നമുക്ക് അതിനുള്ളൊരു സൗകര്യം കിട്ടി, അവധി കിട്ടി, എല്ലാം റെഡിയായി. അപ്പോൾ ഈ യാത്ര അങ്ങനെ വളരെ സക്സസ്ഫുള്ളായിട്ട് നമ്മൾ കംപ്ലീറ്റ് ആക്കി. എല്ലാവർക്കും നമ്മുടെ വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദി. ഇനിയും നമ്മുടെ വീഡിയോകൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇനിയിപ്പോൾ സമയം ഇവിടെ രാത്രി ഏകദേശം എത്ര മണി? 10 മണിയായോ? 10 മണിയോട് അടുത്തു. ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്കാണ്. ഇവിടെ മുതലുള്ള സ്ഥലങ്ങൾ ഏകദേശം ഞാൻ നമ്മുടെ വീഡിയോയിൽ ഒരുപാട് കാണിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ ദീർഘിപ്പിക്കുന്നില്ല. കാരണം ഇനി വീട്ടിലേക്ക് പോകുന്തോറും നമ്മൾ ടയേർഡാവും. വീട്ടിൽ ചെല്ലുമ്പോൾ പിന്നെ ഉറങ്ങാനുള്ളൊരു രീതിയിലേക്ക് വരും. അതുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഇനിയും ഇതുപോലത്തെ കിടിലൻ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും വരാം. നമ്മുടെ ഈ നയാഗ്ര യാത്ര നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. യെസ്, നയാഗ്ര ട്രിപ്പ്.